ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിന്നൂസ് ഡ്രീം ഡ്രോപ്സ്. ഫിന്നൂസ് ഡ്രീം ഡ്രോപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു മഷ്റൂം കറിയാണ് വെക്കുന്നത്. അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, മല്ലിയില. ഇതൊരു മല്ലിയിലയാണ്. പിന്നെ നമ്മളൊരു ചിപ്പിക്കൂണാണ് ഇത് കറി വെക്കുന്നത്. അതിനാവശ്യമായ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇവയാണ് ചേർക്കുന്നത്. നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ട് ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് സ്പൈസസായ ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഇടാം. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ അരച്ച് ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു പച്ചമുളക് ഇടുന്നതാണ്. അപ്പോൾ നമ്മളിതിന് മുളക് പൊടി കുറവാണ് ഉപയോഗിക്കുന്നത്. കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതലും എരിവിന് വേണ്ടി കുരുമുളക് പൊടി, പച്ചമുളക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മൂത്തതിന് ശേഷം അതിലേക്ക് സവാള ഇടുക. ഇതിൽ 3 മീഡിയം സൈസ് സവാളയാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 പച്ചമുളകുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് വഴറ്റുക. ഒരു ബ്രൗണിഷ് കളർ വന്ന വരെ നമുക്ക് ശരിക്കും വഴറ്റിയെടുക്കുക. അതിലേക്ക് മുളക് പൊടി, അത് കാശ്മീർ മുളക് പൊടിയാണ്. ചെറിയ സ്പൂണിലാണ് ഞാൻ ഇടുന്നത്. പിന്നെ കുരുമുളക് പൊടി, അതൊക്കെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് സ്പൈസസ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവേ. പിന്നെ മല്ലിപ്പൊടി, കൊഴുപ്പിന് വേണ്ടി ചെറിയൊരു മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി. ഇതാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. നന്നായി വഴറ്റി അതിൽ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ മസാല മൂത്ത ശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അത് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഇതിലുള്ള വെള്ളം തന്നെ ഇറങ്ങി ഒരു ഗ്രേവി രൂപത്തിലായിക്കോളും. നന്നായിട്ട് വഴറ്റി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഊറി ഒരു സെറ്റായിക്കോളും. അതിനുശേഷം നമ്മൾ തുറക്കുമ്പോൾ തന്നെ കണ്ട അതിൽ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. നമ്മൾ തക്കാളിയിൽ വെള്ളമൊക്കെ ഇറങ്ങി ഒരു സെറ്റായിട്ടുണ്ട്, ഗ്രേവി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിപ്പിക്കൂണിടാം. അപ്പോൾ ഇത് നമ്മൾ ചിപ്പിക്കൂണ് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂറോളം കുതിർത്തിയിട്ട് വെച്ച് അതിനുശേഷം വാരി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ അത് ചെയ്യണം. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിലെ വിഷാംശമൊക്കെ ഒന്ന് പോകാനാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം മസാലയെല്ലാം മഷ്റൂമിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് വീണ്ടും അടച്ച് വയ്ക്കാം. അപ്പോൾ മഷ്റൂമിൽ വെള്ളമുണ്ട്, വെള്ളാംശം കൂടുതലാണ്. അപ്പോൾ അത് ഇറങ്ങി നല്ലൊരു ഗ്രേവി രൂപത്തിൽ നമുക്ക് കിട്ടും. ഇതിലേക്ക് വെള്ളമൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മൂടി തുറക്കുമ്പോൾ കണ്ട് നമ്മുടെ മഷ്റൂമിൽ വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിയിലയും വേപ്പിലയും ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഈ മല്ലിയില എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ മല്ലിയില എന്നൊക്കെയാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇതൊരു ആയുർവേദിക് ഇതിൽപ്പെട്ടതാണ്. ഇത് നമ്മുടെ യൂറിക് ആസിഡ് പോലുള്ള രോഗങ്ങൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി, എല്ലാം പാകത്തിനാണ്. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇനിയൊരു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ.